2035 നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പെട്രോൾ കാർ വാങ്ങോ EV വാങ്ങോ? അതുമല്ല, നിങ്ങൾക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിലോ, ഹൈഡ്രജൻ വെഹിക്കിൾസ്. പെട്രോൾ കാർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, EV നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും. എന്നാൽ ഹൈഡ്രജൻ വെഹിക്കിൾസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ വെഹിക്കിൾസ് ഇപ്പോൾ ഡിസ്കഷനിലേക്ക് വരുന്നത്? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ വെഹിക്കിൾസ് ആയിരിക്കും? അതല്ല, ഹൈഡ്രജൻ വെഹിക്കിൾസ് എന്ന് പറയുന്നത് വെറും മറ്റൊരു ഓവർ ഹൈപ്ഡ് ടെക്നോളജി ആയിരിക്കും? നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. 2035 വാങ്ങുന്ന കാർ ഏതായിരിക്കും? അത് നിങ്ങളൊരു ലക്ഷറി സെഗ്മെൻറ്റിലുള്ള വോൾവോ അല്ലെങ്കിൽ ബെൻലി പോലത്തെ ഒരു കാറാണ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2035 അതിന് ഒരു പെട്രോൾ വേർഷൻ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം വോൾവോ ബെൻലിയൊക്കെ 2030 കൂടിയിട്ട് അവരുടെ പെട്രോൾ കാറിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനാണ് പോകുന്നത്. അവർ കംപ്ലീറ്റ്ലി ഒരു EV കാർ സെഗ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. അതുപോലെ ഫോർഡ്, ജീപ്പ് ഒക്കെ പോലുള്ള ചില കമ്പനികൾ 2030 ശേഷം യൂറോപ്പിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ് കംപ്ലീറ്റ്ലി EVയിലേക്ക് മാറാൻ പോവുകയാണ്. ഇതേ പാറ്റേണാണ് ജനറൽ മോട്ടോഴ്സ്. അവർ 2035 കൂടിയിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി ചൈനയിലേക്ക് വരികയാണെങ്കിൽ 2025 ചൈനയിൽ സോൾഡ് ചെയ്ത ടോട്ടൽ പുതിയ കാറിൻ്റെ 50% മുകളിലുള്ള കാറുകൾ EV അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിരുന്നു. പകുതിയിൽ താഴെ കാറുകൾ മാത്രമാണ് പെട്രോൾ കാറ് അവർ സെല് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പെട്രോൾ കാറിൻ്റെ ഡോമിനൻസ്, അവരെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്തോറും അത് കുറഞ്ഞ് താഴോട്ടേക്കാണ് വരുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു കാർ വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു കാർ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ കാർ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെയുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ EV അല്ലെങ്കിൽ ഹൈഡ്രജൻ. ഇനി EV എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജനറലി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. നമുക്ക് സാധാരണ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വലിയ ബാറ്ററീസ്, നമ്മൾ സാധാരണ കാണുന്ന പെട്രോൾ കാർ കാണുന്ന ബാറ്ററി അല്ല, വലിയ സൈസിലുള്ള ബാറ്ററി ഉണ്ടാവും. നമ്മളിതിനെ പുറത്തുനിന്ന് ചാർജ് ചെയ്യും. എന്നിട്ട് ഈ ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കാർ റൺ ചെയ്യുന്നത്. റേഞ്ച് കിട്ടുന്ന കാറിന് 300 to 600 ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് ഒരു റേഞ്ചൊക്കെ ഈ കാറിന് കിട്ടുന്നത്. നമുക്ക് ഇനി ഹൈഡ്രജൻ ഫ്യൂവൽഡ് കാറിലേക്ക് വരാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജി ഒന്നല്ല. നാസ അവരെ ലൂണാർ മിഷൻ്റെ ഭാഗമായ അപ്പോളോ പ്രോഗ്രാമിൽ 1960s തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ ടെക്നോളജി തന്നെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈഡ്രജൻ വെഹിക്കിൾസിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു പുതിയ ടെക്നോളജി അല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചിലപ്പം ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മൾ പെട്രോൾ പോലെ ഇതിൽ ടാങ്കിൽ നിറക്കുന്നു, എന്നിട്ട് അത് ബേൺ ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് എനർജി കൊണ്ടുപോയിട്ട് നമ്മൾ കാറിൻ്റെ വീലിനെ കറക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാകും ചിലപ്പം ചില ആൾക്കാരൊക്കെ. പക്ഷേ ഹൈഡ്രജൻ അങ്ങനെ നേരിട്ട് വീലിനെ എനർജി ബേൺ ചെയ്തിട്ട് വീലിനെ കറക്കുകയല്ല ചെയ്യുന്നത്. പകരം ഹൈഡ്രജൻ ഗ്യാസിനെ കാറിൻ്റെ അകത്ത് വെച്ചിട്ട് ഇലക്ട്രിക്കായി കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് സാധാരണ ഒരു EV കാർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ വെഹിക്കിൾസും വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രജൻ കാറിന് അതിന് ഒരു ഹൈ പ്രഷർ ഫ്യൂവൽ ടാങ്ക് ഉണ്ടാവും. ഇതിലാണ് നമ്മൾ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ കാറിൻ്റെ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞിട്ട് കോമ്പണൻറ്റിലേക്ക് അതിൻ്റെ ഒരു കെമിക്കൽ എക്യുപ്മെൻ്റ് ആണ്, അതിലേക്ക് കടത്തിവിടുന്നു. ഇതാണ് ഒരു ഹൈഡ്രജൻ വെഹിക്കിളിൻ്റെ ഹാർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ് ഫ്യൂവൽ സെല്ലാണ്. അതിലേക്ക് ഈ ഹൈഡ്രജൻ പാസ് ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ ഫ്യൂവൽ സെൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രജൻ ഗ്യാസിൽ നിന്ന് ഫ്യൂവൽ സെല്ല് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ബൈ പ്രൊഡക്റ്റായിട്ട് കുറച്ച് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യും. ഈ വെള്ളമാണ് ഇതിൻ്റെ എക്സോസ്റ്റിലേക്ക് പുറത്തേക്ക് വരുന്നത്, അതല്ല വേറെ കാർബൺ എമിഷൻ ഒന്നുമില്ല. ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് കാറ് അതിൻ്റെ വീലിനെ കറക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത് ഒരു ബാറ്ററി അല്ല, ഹൈഡ്രജനെ ഇലക്ട്രിസിറ്റിയായി മാറ്റാനുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ കോമ്പണൻറ്റ് മാത്രമാണ് ഫ്യൂവൽ സെല്ല്. ചുരുക്കി പറഞ്ഞാൽ ഹൈഡ്രജൻ കാറ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ടൈപ്പ് EV മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്കിപ്പം കുറച്ചും കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ ഹൈഡ്രജൻ EV എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു EVയും ഹൈഡ്രജൻ വെഹിക്കിളും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് ഇലക്ട്രിക് മോട്ടോർ ഡ്രിവൺ ആണ്. 2 കാറും
വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോർ കറക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് വീലിനെ കറക്കിയിട്ടാണ് രണ്ടും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സംഗതി, അതിൻ്റെ എക്സോസ്റ്റിൽ കാർബൺ എമിഷൻ ഉണ്ടാവില്ല. അതായത് ഗ്രീൻ എനർജിയാണ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സാധാരണ ഇലക്ട്രിക്കലിൽ എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവില്ല, എന്നാൽ ഹൈഡ്രജനിൽ അതിലേക്കൂടി വരുന്നത് ക്ലീൻ വെള്ളമാണ്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വെള്ളമാണ് അതിൽ പുറത്തേക്ക് വരുന്നത്. മൂന്നാമത്, രണ്ടും ഒരു ബാറ്ററി ബേസ്ഡ് ടെക്നോളജിയാണ്. സാധാരണ EVയിലും ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, ഹൈഡ്രജൻ EVയിലും ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ EVയിൽ ഉപയോഗിക്കുന്ന ബാറ്ററിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും ഹൈഡ്രജനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നാലാമത്തത്, രണ്ടും ഓപ്പറേഷൻ എന്ന് പറയുന്നത് നോയ്സ് ഉണ്ടാവില്ല. നമ്മൾ പെട്രോൾ കാറിലോ ഡീസലിലോ ഉണ്ടാകുന്ന പോലത്തെ ഒരു നോയ്സ് EVയിൽ ഉണ്ടാവില്ല, ഹൈഡ്രജൻ ഉണ്ടാവില്ല. വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഈ രണ്ട് കാർ. അപ്പം ഇതാണ് ഒരു സിമിലാരിറ്റീസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കാം, അപ്പോഴാണ് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനമായിട്ട് രണ്ട് വ്യത്യാസം എന്നുള്ളത്, ഒന്ന്, ഇതിൽ ഇലക്ട്രിസിറ്റി എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ഈ രണ്ട് വെഹിക്കിൾസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം. ഒരു നോർമൽ EVയിൽ നമുക്കറിയുന്ന പോലെ എനർജി സ്റ്റോർ ചെയ്യുന്നത് വലിയ ബാറ്ററി പാക്കിലാണ്. ഏകദേശം 400 മുതൽ 600 കിലോ വരെ ഭാരമുള്ള വലിയ ബാറ്ററിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൈഡ്രജനിൽ ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഫ്യൂവൽ ടാങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ്. സാധാരണ EVയിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ കാറിൽ ഫ്യൂവൽ ടാങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്, ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ EVയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാറിൻ്റെ പുറത്താണ്. അതായത് നമ്മൾ സാധാരണ ലൈനിൽ വരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ വീട്ടിലുള്ള പ്ലഗ് പോയിന്റ് അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിലുള്ള ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാറിലേക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റി കാറിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹൈഡ്രജൻ കാറിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറിൻ്റെ അകത്താണ്. നമ്മൾ കാറിൽ ഹൈഡ്രജനാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കാറിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് കാർ വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഈ കാർ തമ്മിലുള്ള കാര്യമായിട്ടുള്ള രണ്ട് വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ വെഹിക്കിൾസിൽ ബാറ്ററി ഉണ്ടാവുന്നു. ശരിക്കും ഹൈഡ്രജൻ വെഹിക്കിൾസിൽ എന്തിനാണ് ബാറ്ററി നമ്മൾ ആലോചിക്കുന്നുണ്ട്? കാരണം ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന ബാറ്ററി അല്ല, അതിനെ ഇലക്ട്രിസിറ്റി ആക്കി മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് ഹൈഡ്രജനായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബാറ്ററി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും, വളരെ സ്ട്രീം ലൈൻ ആയിട്ടുള്ള. എന്നാൽ നമുക്കറിയാം കാറ് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരേ സ്പീഡിലല്ല. കാറ് ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ നിർത്തും, സ്പീഡ് കുറയും, ചിലപ്പോൾ പെട്ടെന്ന് ആക്സലറേഷൻ കൊണ്ടുവരും. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സിന് കാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ കുറവ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് കൂടുതൽ പവർ ആവശ്യമുള്ള സമയത്ത് ബാറ്ററിയിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാവും, നമ്മൾ ബ്രേക്ക് എന്നൊക്കെ റീജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റിയൊക്കെ നമ്മൾ തൽക്കാലം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്. ഈ ബാറ്ററി എന്ന് പറയുന്നത് സാധാരണ EV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. കാരണം സാധാരണ EVയിൽ ഒരു 40 to 100 kWh ബാറ്ററിക്ക് ഉപയോഗിക്കുമ്പോൾ ഹൈഡ്രജൻ കാറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 1 to 2 kWh ഒക്കെയാണ്. അതായത് സാധാരണ EVയിൽ ഹൈഡ്രജനേക്കാളും ഒരു 50 മടങ്ങ് സൈസ് കൂടുതലുള്ള ബാറ്ററിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ആലോചിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും EV അല്ലേ കുറച്ചും കൂടി എളുപ്പം, നമ്മൾ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്ത് അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത്ര കോംപ്ലിക്കേഷൻ ആവശ്യമില്ല, EV ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ പോരെ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഫ്യൂവലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ EVക്ക് നമുക്കറിയുന്ന പോലെ ഇപ്പോഴും കുറച്ച് ലിമിറ്റേഷൻസ് EVക്ക്. ഒന്നാമത്തത് EVൻ്റെ ചാർജിങ് ടൈം വളരെ കൂടുതൽ. നമ്മളൊരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ വരെ ഒരു 30 മിനിറ്റ്സ് 1 hour ടൈമൊക്കെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ചില EV 12 hour വരെ വേണം ചാർജ്, അത് ഫുള്ളി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു ഹൈഡ്രജൻ കാർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 to 3 മിനിറ്റ്സ്. നമ്മളൊരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന ടൈം മാത്രമാണ് ഒരു ഹൈഡ്രജൻ ഫ്യൂവലുള്ള കാർ ചാർജ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. രണ്ടാമത് EVയുടെ ബാറ്ററി വെയിറ്റ് വളരെ കൂടുതലാണ്. 400 to 600 kg ആണ് അതിൻ്റെ ബാറ്ററി വെയിറ്റ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാറിന് ഇത്രയും വെയിറ്റ് അഡീഷണലായിട്ട് ബാറ്ററി സാധാരണ EVയിലെ ബാറ്ററി ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ബാറ്ററി വളരെ ചെറുതാണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യുന്ന വെയിറ്റ് വളരെ കുറവാണ്. മൂന്നാമത്തത് ലോങ് ഡിസ്റ്റൻസ് യാത്രയിലുള്ള ബുദ്ധിമുട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് യാത്രയിൽ നമുക്ക് EV എന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റേഞ്ച് കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 300 to 600 ആണെങ്കിൽ ഹൈഡ്രജൻ അതിനേക്കാളും മുകളിൽ 500 to 800 ഒക്കെ റേഞ്ച് ഉണ്ടാവും. അതുപോലെ ചാർജിങ് ടൈം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമല്ല. പിന്നെ അടുത്ത പ്രശ്നം, സാധാരണ EVയുടെ
ബാറ്ററി ഡിസ്പോസൽ നമ്മളൊരു 8-10 വർഷം കഴിയുന്ന സമയത്ത് അതിൻ്റെ വലിയ ബാറ്ററിയാണ്, അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ കുറഞ്ഞ് അത് ഡിസ്പോസ് ചെയ്യുന്നതിലൊക്കെ ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണ്. നേരെ മറിച്ച് ഹൈഡ്രജനിലാണെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ സെല്ലാണ് അതിൻ്റെ മെയിൻ പാർട്ട്, അതിനങ്ങനെ ഒരു എഫിഷ്യൻസി കുറയുന്ന ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത്രയും എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഹൈഡ്രജൻ വെഹിക്കിൾസിന് ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും കേട്ട സമയത്ത് എന്താണ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനുള്ള അഡ്വാൻറ്റേജസാണ് നമ്മളെല്ലാം കേട്ടത്. അപ്പോൾ ഇത്രയും കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇനി അടുത്ത കാർ വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ ഹൈഡ്രജൻ വാങ്ങുന്നതല്ലേ നല്ലത്, നമ്മളെന്തിനാണ് വെറുതെ വാങ്ങുന്നത് എന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ കാര്യങ്ങൾ എല്ലാം അത്ര പെർഫെക്റ്റ് ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലപ്പം ഹൈഡ്രജൻ കാർ ഇത്രയും വൈഡ്ലി നമ്മൾ എല്ലായിടത്തും കാണാത്തത്. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ചാലഞ്ചസ് കൂടി ഹൈഡ്രജൻ ടെക്നോളജിക്ക് ഉണ്ട്. അപ്പോൾ അത് എന്താണ് ഹൈഡ്രജൻ്റെ ചാലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ആദ്യത്തെ പ്രശ്നം കോസ്റ്റാണ്. ഹൈഡ്രജൻ വെഹിക്കിൾസിൻ്റെ കോസ്റ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ ഒരു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം ഇരട്ടിയാണ് ഹൈഡ്രജൻ കാറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രയും കോസ്റ്റ് കൂടുതലാണ്. രണ്ടാമത്തത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു വലിയൊരു സിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാ സിറ്റിയിലും ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും. ലക്ഷക്കണക്കിന് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് വേൾഡിൽ. എന്നാൽ ലോകത്ത് ഹൈഡ്രജൻ ചാർജിങ് സ്റ്റേഷൻ ഏകദേശം ഒരു 1000-2000 ആ റേഞ്ചിൽ മാത്രമാണ് മൊത്തത്തിലുള്ള ഹൈഡ്രജൻ. ഇത് ഇനിയും ഒരുപാട് ഗ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അടുത്ത കാര്യമായിട്ടുള്ള വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ നമ്മൾ ഇത്ര സമയം ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരൊറ്റ ടൈപ്പ് അല്ല ഉള്ളത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഹൈഡ്രജൻ ഉണ്ട്. ഒന്ന് ഗ്രേ ഹൈഡ്രജൻ, 2 ബ്ലൂ ഹൈഡ്രജൻ, മൂന്നാമത്തത് ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രേ ഹൈഡ്രജൻ ആണ് ലോകത്ത് ഇന്ന് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള 95% ഹൈഡ്രജനും ഗ്രേ ഹൈഡ്രജനാണ്. ഇതുണ്ടാക്കുന്നത് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. നമ്മളിതിപ്പം ഇതിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കി വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് എക്സോസ്റ്റ് ഒന്നും പൊല്യൂഷൻ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ വളരെ കൂടുതലാണ്. വളരെയധികം കാർബൺ എമിഷൻ ഇത് നമ്മളെ ഗ്രേ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പെട്രോൾ കാറിനേക്കാളും കൂടുതൽ കാർബൺ ഗ്രേ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ ഹൈഡ്രജൻ ബ്ലൂ ഹൈഡ്രജനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സൊക്കെ സെയിം ആണ്, ഗ്രേ ഹൈഡ്രജൻ്റെ സെയിം പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ ഈ കാർബൺ പുറത്തേക്ക് വരുന്ന കാർബൺ അവർ ക്യാപ്ചർ ചെയ്തിട്ട് അവർ അതിനെ എയറിലേക്ക് അതിനെ വിടുന്നില്ല, അതിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിഷൻ ഒരു 80-90% വരെ എമിഷൻ കുറയുന്നു. നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു നല്ല രീതിയിൽ അതിനെ കുറക്കാൻ പറ്റുന്നു. അതേസമയം നമുക്കറിയാം ഗ്രേ ഹൈഡ്രജൻ്റെ പ്രോസസ്സ് വളരെ ചീപ്പാണ്. ഈ ഏരിയയിലാണ് ഇപ്പം ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UK പോലുള്ള രാജ്യങ്ങളൊക്കെ കുറേ വലിയൊരു ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗ്രീൻ ഹൈഡ്രജനാണ്. ഇതാണ് ശരിക്കും നമ്മളൊരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഗ്രീൻ ഹൈഡ്രജനാണ് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഹൈഡ്രജൻ. നമ്മൾ സോളാർ, വിൻഡ് ഇങ്ങനത്തെ എനർജിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കറൻ്റ്ലി ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. ഒരു 2030 ആകുമ്പോഴത്തേക്ക് കുറേ കൂടി അഫോർഡബിൾ ആവും എന്നാണ് ഈ ഏരിയയിലുള്ള എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഹൈഡ്രജനുണ്ട് അഡ്വാൻറ്റേജ്, ഹൈഡ്രജനുണ്ട് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മളെ ഫസ്റ്റ് നമ്മൾ ചോദിച്ച ആ ക്വസ്റ്റ്യനിലേക്ക് ഹൂ ഈസ് ദ വിന്നർ, വി ഓർ ഹൈഡ്രജൻ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഇതിലൊരു വിന്നർ ഉണ്ടാവില്ല. അതായത് വി വേഴ്സസ് ഹൈഡ്രജൻ എന്നുള്ളതിന് പകരം ആൻഡ് ഹൈഡ്രജൻ എന്നുള്ളതായിരിക്കും ചിലപ്പം ഒരു ഓപ്ഷൻ. അതായത് രണ്ടും യും ഹൈഡ്രജനും സാധാരണ ഹൈഡ്രജനും കോമ്പീറ്റ് ചെയ്യുന്നതിന് പകരം അവർ കോ എക്സിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം ഓരോ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓരോ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേറെ വേറെ ചോയ്സാണ് ഉണ്ടാവുക. ചിലതിന് ആണ് പെർഫെക്റ്റ്, ചിലതിന് ഹൈഡ്രജനാണ് പെർഫെക്റ്റ്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇനിയിപ്പം 2035 നമ്മളൊരു പേഴ്സണൽ കാർ വാങ്ങുകയാണെങ്കിൽ ഒരു വിന്നർ എന്ന് പറയുന്നത് മിക്കവാറും ആയിരിക്കും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേഴ്സണൽ കാർ എന്ന് പറയുന്നത് ആയിരിക്കും. കാരണം നമ്മൾ ഒരു ഡെയിലി ഒരു 100 കിലോമീറ്റർ താഴേക്കാണ് മിക്ക ആൾക്കാർ ഓടുന്നത്. ഒരു 400-500 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചാർജിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് മതിയാവും. നമുക്ക് ഈ കാറിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് കുറവാണ്, നമുക്ക് വീട്ടിൽ രാത്രി ചാർജ് ചെയ്യാം, നമ്മൾ ചാർജിങ് സ്റ്റേഷൻ അന്വേഷിക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോടിട്ട്
EV ആയിരിക്കും. 2030 തന്നെ EV മെയിൻ സ്ട്രീം ആവും. മിക്ക കമ്പനികളും EVനെ മെയിൻ സ്ട്രീം ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബസ് ട്രെയിനൊക്കെ പോലെ ഉള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഹൈഡ്രജൻ ആയിരിക്കും മിക്കവാറും വരുന്നൊരു ഓപ്ഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിന് നമുക്ക് ഒരു ബസ് സ്റ്റേഷനിൽ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒരു സ്റ്റേഷൻ ഒരു ഹൈഡ്രജൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലായിടത്തും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ അവിടുന്ന് ചാർജ് ചെയ്തിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത് ബസ്സിന് വളരെ ലോങ് റേഞ്ച് കിട്ടും. വെയിറ്റ് ഇതിൽ വലിയൊരു ഘടകമാണ്. നമ്മൾ ബസ്സിനൊക്കെ ഭയങ്കര വലിയ ബാറ്ററി, അത്രയും വെയിറ്റ് ബസ് കൊണ്ടു നടക്കണം. ഹൈഡ്രജൻ ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ട്രെയിനൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടുതൽ എനർജി ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഹൈഡ്രജനാണ് ബെസ്റ്റ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കാൻ വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഓൾറെഡി ഹൈഡ്രജൻ ബസ് ഓടി തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിൽ ലോങ് ഡിസ്റ്റൻസ് റൺ ചെയ്യുന്ന ട്രക്സ്, ഇതേ കാരണം കൊണ്ട് ട്രക്കുകളിൽ ഈ പ്രശ്നം, ഇത്രയും വലിയ ബാറ്ററി, അതിൻ്റെ വെയിറ്റ്, ട്രക്ക് കൊണ്ടുനടക്കുന്ന തന്നെ വെയിറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അനാവശ്യമായിട്ട് വേറൊരു വെയിറ്റ് പുറത്തുനിന്ന് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് റൺ ചെയ്യുന്ന ട്രക്കിലൊക്കെ ഹൈഡ്രജൻ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതൽ. ഹൈൻഡായി, വോൾവോ പോലെ ട്രക്ക് മാനുഫാക്ചറേഴ്സൊക്കെ അവരുടെ ഹൈഡ്രജൻ ട്രക്ക് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷിപ്പിൽ ഹൈഡ്രജൻ, അതല്ലെങ്കിൽ അമോണിയ എന്നുള്ളത് വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത. ഇപ്പം നോർവേയിലൊക്കെ ഹൈഡ്രജനിൽ റൺ ചെയ്യുന്ന ചെറിയ ബോട്ട്, അത് ഫെറി നമ്മുടെ നാട്ടിൽ പറയുന്ന ഫെറി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബോട്ടുകൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. എയർക്രാഫ്റ്റിൽ വരാണെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് റൺ ചെയ്യുന്ന എയർക്രാഫ്റ്റിൽ ഭാവിയിൽ ഹൈഡ്രജൻ എയറോപ്ലെയിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. 2035 കൊമേഴ്സ്യലായിട്ട് ഇത്തരം ഇങ്ങനെയുള്ള ഫ്ലൈറ്റ്സ് ഓടിത്തുടങ്ങുന്നതാണ് പറയുന്നത്, എയർബസിൻ്റെതൊക്കെ. ലോങ് ഡിസ്റ്റൻസിൽ ചിലപ്പം കുറച്ചു കാലം കൂടി കൺവെൻഷണൽ ഫ്യൂവലിൽ കണ്ടിന്യൂ ആണ് സാധ്യത. നമ്മൾ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു ടൈം ലൈൻ വെച്ചിട്ട് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ 2030-35 ആകുമ്പോഴേക്ക് പേഴ്സണൽ കാറിൽ EV ഒരു ഡോമിനൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ട്രക്കിലേക്ക്, ഹൈവേ ട്രാൻസ്പോർട്ട് ട്രക്ക് ബസ്സിലേക്ക് വരുന്നത് 2035-40 ആകുമ്പോഴേക്ക് ബസ്, ട്രക്കൊക്കെ മിക്കവാറും ഹൈഡ്രജൻ ഫ്യൂവൽഡ് വെഹിക്കിൾസ്, പുതിയ വെഹിക്കിൾസൊക്കെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് മാറും. 2040-45 ആകുമ്പോഴേക്ക് ഹൈഡ്രജൻ ഫ്യൂവൽഡ് ഫ്ലൈറ്റ്സൊക്കെ ഹൈഡ്രജൻ ഫ്യൂവലിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാധിക്കുന്ന പ്രശ്നം നമ്മൾ വിചാരിക്കും ചെറിയ കാറുകൾ മാത്രമാണ്, അത് മിക്കവാറും EV ആയിരിക്കും. മറ്റുള്ള ഹെവി ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും പേഴ്സണലി ബാധിക്കുന്ന സംഗതിയല്ല, അതൊക്കെ ഹൈഡ്രജനിലേക്ക് മാറും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഫ്യൂവൽ അതല്ലാതെ മറ്റുള്ള സാധ്യതകൾ അതിലുണ്ട്. കാരണം ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് പറയുന്നത് വെറും ഒരു ട്രക്ക് ഓടിക്കുന്ന ഒരു സംഗതിയല്ല, ഒരു എനർജി സെക്ടറാണ്, പുതിയൊരു എനർജി സെക്ടറാണ്. മുന്നേ നമ്മൾ ഓയിൽ സെക്ടറൊക്കെ വന്ന പോലെ പുതിയൊരു എനർജി സെക്ടറാണ്. അപ്പോൾ പുതിയൊരു എനർജി സെക്ടർ ഉണ്ടാകുന്ന സമയത്ത് ഫാക്ടറികൾക്ക് ആവശ്യമുള്ള, ചിലപ്പോൾ ഡാറ്റാ സെൻറ്ററിന് ആവശ്യമുള്ള എനർജിയൊക്കെ ഭാവിയിൽ ചിലപ്പം ഹൈഡ്രജനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇത് ഒരുപാട് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആ സെഗ്മെൻറ്റിൽ ഹൈഡ്രജൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പുതിയൊരു കരിയർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഏരിയയിൽ പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഭാവിയിൽ ഇത്തരം ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് റെഡിയാകും. ഇപ്പം യൂറോപ്യൻ യൂണിയൻ, USA, ചൈന, ഇന്ത്യ ഒക്കെ ഇതിൽ ഹെവി ആയിട്ട്, മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യയൊക്കെ ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഹൈഡ്രജനിൽ ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് ഹൈഡ്രജൻ വെഹിക്കിൾസിൻ്റെ ഫുൾ പിക്ചർ, അതിൻ്റെ കോമ്പണൻസ്, അഡ്വാൻറ്റേജസ്, ചാലഞ്ചസ്. ഒരു കാര്യം ക്ലിയർ ആണ്, EVയും ഹൈഡ്രജനും കോഎക്സിസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്, അത് പരസ്പരം കോമ്പീറ്റ് ചെയ്യാനല്ല പോകുന്നത്. ഇതാണ് ഹൈഡ്രജൻ ഫ്യൂവൽ, ഹൈഡ്രജൻ വെഹിക്കിൾസ്, അതിൻ്റെ ഒരു ഫുൾ പിക്ചർ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ സജഷൻസ്, നിങ്ങളെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു.